സഹാക്കന്മാർക്ക് കുരുപൊട്ടുന്ന ഒരു കാര്യം പറയാം. അയോധ്യ എന്ന് കേൾക്കുമ്പോഴേ സഹാക്കന്മാർക്ക് നന്നായി ഈയിടെയായി കുരുപൊട്ടുന്നുണ്ട്. പല സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകും അയോധ്യ എന്ന് കേൾക്കുമ്പോൾ സഹാക്കന്മാരുടെ ക്രിമികടി എത്രത്തോളം ആണ് എന്നുള്ളത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് വൻ ഭക്തജന പ്രവാഹം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടെ ദർശന സമയം നീട്ടി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ആരതി ദർശന സമീകരണം സംബന്ധിച്ച് ഷെഡ്യൂൾ ക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിട്ടു. പുതുക്കിയ സമയപ്രകാരം ശ്രീഗംഗാർ ആരതി രാവിലെ 4:30-നും മംഗളാരതി 6:30-നുമാകും നടക്കുക. രാവിലെ 7 മണി മുതൽ ഭക്തർക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിനായി പ്രവേശിക്കാം. ഭോഗ് ആരതി ഉച്ചയ്ക്കും വൈകിട്ടത്തെ ആരതി രാത്രി 7:30-നുമാകും നടക്കുക. ഭോഗ് ആരതിയുടെ രണ്ടാം ഘട്ടം രാത്രി 8-നും നടക്കും. രാത്രി 10-ന് ശയൻ ആരതിയോടെ ഒരു ദിവസത്തെ പൂജകൾക്ക് സമാപനമാകും. 22-ലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിലെ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 23 മുതലാണ് ദർശനത്തിന് ആളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അയോധ്യയിൽ നടന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ അയോധ്യയിൽ കാണിക്കയായി കിട്ടിയത് 3.17 കോടി രൂപയെന്ന ക്ഷേത്രം ട്രസ്റ്റ്. ഇത് ഓൺലൈനിലൂടെ മാത്രം കിട്ടിയ തുകയാണ്. ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള 10 സംഭാവന പെട്ടികളായി ലഭിച്ചിട്ടുള്ള ചെക്കുകളും ഡ്രാഫ്റ്റുകളും വഴി ലഭിച്ച തുക എണ്ണി ചിട്ടപ്പെടുത്തിയിട്ടില്ല എന്നും രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്ര പറയുന്നു. 5 ലക്ഷത്തിലധികം ഭക്തരാണ് അന്നേ ദിവസം ദർശനം നടത്താൻ എത്തിയത്. ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ആവശ്യമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണെന്നാണ് അനിൽ മിശ്ര പറയുന്നത്. വ്യാഴാഴ്ചയും സമാനമായ രീതിയിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജന തിരക്ക് വലിയ രീതിയിലെത്തിയെന്ന് മിശ്ര പറയുന്നു. 23-ാം തീയതി മുതലാണ് ക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചത്. അതികഠിനമായ തണുപ്പിനെ അവഗണിച്ചാണ് ഭക്തർ പുലർച്ചെ മുതൽ ക്ഷേത്ര ദർശനത്തിനായി ക്യൂ നിൽക്കുന്നത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ക്യൂ സംവിധാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അയോധ്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി പേരാണ് ഇപ്പോൾ ദർശനത്തിനായും രാമജന്മഭൂമിയിലേക്കും രാമനെ കാണാനായുമൊക്കെ നിരവധി പേരാണ് എത്തുന്നത്. അതുപോലെ തന്നെയാണ് ഭക്തജന പ്രവാഹം മാത്രമല്ല കോടികളുടെ വരുമാനവും കൂടിയാണ് ഇപ്പോൾ അയോധ്യയിലേക്ക് വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും സഹാക്കന്മാർക്ക് കുരുപൊട്ടും. പ്രത്യേകിച്ച് RSS അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടയാണ് അയോധ്യയിൽ നടപ്പിലാക്കിയത് എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സഹാക്കന്മാർ അഴിച്ചുവിട്ടിരുന്നു. അവർക്കൊക്കെ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ അയോധ്യയിലെത്തുന്ന ഈ ഭക്തജനങ്ങളുടെ തിരക്കും ഈ കിട്ടുന്ന കോടികളുടെ വരുമാനവും എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇതൊക്കെ കണ്ട കുരുപൊട്ടുക മാത്രമേ ചെയ്യാൻ കഴിയൂ സഹാക്കന്മാർക്ക് എന്നാലോചിക്കുമ്പോഴാണ് ഏറെ ദുഃഖവും.